പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഭക്ഷണത്തിലെ പ്രധാന അപകടം പഴകിയ ഭക്ഷണമാണ്. പഴകിയ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കി അലങ്കരിച്ചു വിൽക്കുന്ന പ്രവണത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമാണ്. 4 മാസം പഴക്കമുള്ള പാലും ആഴ്ചകളോളം പഴക്കമുള്ള മീനും ഇറച്ചിയുമൊക്കെയാണ് റെയ്ഡിൽ കണ്ടെത്തിയത്. പഴകിയ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായ മസാലകളും സോസുകളുമൊക്കെ ചേർത്ത് പാകപ്പെടുത്തുന്നതായതുകൊണ്ട് പതിവായി കഴിക്കുന്നവർക്ക് പോലും പഴക്കം തിരിച്ചറിയാനാവില്ല. അജിനോമോട്ടോ പോലുള്ള രുചിവർദ്ധകങ്ങൾ ചേർത്ത് പഴക്കം മറച്ചു വയ്ക്കാനുമാവും. പല ഹോട്ടലുകളിലും ശരിയായ ഫ്രീസർ സംവിധാനമില്ലാത്തതാണ് ഭക്ഷ്യവസ്തുക്കൾ കേടാകാനുള്ള കാരണം. ഉള്ളവർ തന്നെ വൈദ്യുതി ലാഭിക്കുവാനും മറ്റും ഫ്രീസർ ഓഫാക്കിയിടുന്നു. പാചകം ചെയ്തതും ചെയ്യാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ ഒരേ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്നു. ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായ ബാക്ടീരിയകൾ വേഗം വളരും. വല്ലപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന വിഭവങ്ങൾക്ക് എത്ര നാൾ പഴക്കമുണ്ടെന്ന് കൃത്യമായി അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടുതൽ ദിവസം പഴക്കമുള്ളതും ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തതുമായ ആഹാര സാധനങ്ങളിൽ അണുക്കൾ വളരുകയും പെരുകുകയും അത് ഭക്ഷ്യവിഷബാധയിലേക്ക് നയിക്കുകയും ചെയ്യും. പഴകിയ ഭക്ഷണം മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധകളിൽ പലപ്പോഴും വില്ലനാകുന്നത് ബാക്ടീരിയകളാണ്. സ്റ്റെഫിലോകോക്കസ് ഏരിയസ്, സാൽമൊണല്ല, ക്ലോസ്ട്രീഡിയം പെർഫിൻജസ്, ക്ലോസ്ട്രീഡിയം ബോട്ടിലിസം, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, കമ്പൈലോബാക്ടർ, കോളിഫോം തുടങ്ങിയവയാണ് പലപ്പോഴും മാരകമായ ഭക്ഷ്യവിഷബാധയുണ്ടാക്കുന്നത്. ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്ത ഇറച്ചിയിലും മീനിലും മുട്ടയിലും തൈരിലുമൊക്കെ ഇത്തരം ബാക്ടീരിയകൾ വേഗം വളരുന്നു. ഓരോരോ 30 മിനിറ്റിലും ഇവ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ബാക്ടീരിയകളുടെ എണ്ണം കൂടുന്നത് ഭക്ഷ്യവിഷബാധ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും.